ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാലഡിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണിത്. അപ്പോൾ ഇത് കിംചി മിഞ്ചി സാലഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് റെസിപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കളർഫുൾ ആയിട്ടുള്ള ഈ സാലഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതന്നെ നമുക്കൊരു ബൗളെടുത്തിട്ട് കുറച്ച് പൈനാപ്പിൾ ഒന്ന് ചെറിയ പീസാക്കിയിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ കുറച്ച് ആപ്പിള് കഷ്ണങ്ങളാക്കിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങൻ്റെ കഷ്ണങ്ങൾ, പിന്നെ നമ്മുടെ കക്കരിക്ക, സാലഡ് കുക്കുംബർ, പിന്നെ നമ്മുടെ ക്യാരറ്റ്, എല്ലാം ഞാൻ ഏകദേശം ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുന്തിരിയാണ്. പിന്നെ ലെറ്റ്യൂസ് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് വേണം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് ഇതാവാനുള്ള കവർ ചെയ്യാനുള്ള മയണൈസാണ്. അപ്പോൾ ഇതിന് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഇതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്ന് കവർ ചെയ്ത് നിൽക്കാനുള്ള മയണൈസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മയണൈസ് അത്ര ഹെൽത്തി അല്ല, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാലഡ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഇടണ്ട, മയണൈസ് തന്നെ ഉണ്ട് ഉപ്പും പുളിയൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടുതലാവേണ്ട, ഒരു ചെറിയ മധുരത്തിന് വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എത്രത്തോളം എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ സാധാരണ ചുവന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ടാൽ മതി, അതിൻ്റെ കൂടുതൽ ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. ഈ മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ ഉള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാലഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല വെറൈറ്റി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.